അഡ്വക്കേറ്റ് പ്രേമരാജൻ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ്, ഈ കോടതി വിധിയെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? കാരണം ഈ വിധിക്കെതിരെ വിധി പകർപ്പ് കിട്ടിയിട്ടില്ല. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. കൃത്യമായ തെളിവുകൾ നമ്മൾ പ്രതിഭാഗം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കേസിലെ ആദ്യ 2 അന്വേഷണ സംഘവും കൂടാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും കൃത്യമായി കേസ് ശാസ്ത്രീയമായി അപഗ്രഥിച്ചാണ് കോടതി മുമ്പാകെ റിപ്പോർട്ട് നൽകിയിരുന്നത്. ആ റിപ്പോർട്ടുകൾ കോടതി മുമ്പാകെ ഉണ്ട്. പിന്നീട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യത്തെ സംഭവ സ്ഥലം മാറ്റുകയും മറ്റൊരു ശുചിമുറി, അതായത് ലോക്കില്ലാത്ത ഒരു ശുചിമുറിയിലേക്ക് സംഭവ സ്ഥലം മാറ്റുകയും കൃത്രിമമായി തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനനുസരിച്ചുള്ള കൃത്രിമത്വം കോടതിയിൽ പ്രതിഭാഗത്തിന് കാണിക്കാൻ വേണ്ടി വന്നു. പിന്നെ പ്രതിഭാഗത്തിനുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി ഇത് 3ാമത്തെ ജഡ്ജിന്റെ മുമ്പാണ് ഈ കേസിന്റെ വിചാരണ അവസാനിക്കുന്നത്. കാരണം 2024 ഫെബ്രുവരി മാസം കേസിന്റെ വിചാരണ തുടങ്ങിയിട്ട് പ്രോസിക്യൂഷൻ പരമാവധി ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, സാക്ഷികളെ കൊണ്ടുവരാതെ. ഒടുവിൽ 40ഓളം സാക്ഷികളെയും 3 പ്രതിഭാഗം സാക്ഷികളെയും വിസ്തരിച്ച വിചാരണ കോടതി ജഡ്ജിയുടെ മുന്നിൽ വിധി പ്രസ്താവത്തിന് വെച്ചതിന് ശേഷം അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും പുനർവാദം കേൾക്കുകയുമായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. അത്തരമൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഈ കേസിൽ പ്രതിഭാഗത്തിനുണ്ടായി. രണ്ടാമത്തത്, ഈ കേസിലെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലും അതുപോലെ ആദ്യത്തെ ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലും എല്ലാം കോടതി മുമ്പാകെ ഉണ്ട്. കൂടാതെ ഈ 3ാമത് സംഭവ ദിവസം നടന്നു എന്ന് പറയുന്ന ദിവസത്തിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു യുവമോർച്ചയുടെ മറ്റൊരു നേതാവായ അധ്യാപകൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് അതിജീവിതയുടെ മാതാവ് ക്രൈംബ്രാഞ്ച് എസ് പിക്ക് പരാതി നൽകുകയും ആ പരാതി ക്രൈംബ്രാഞ്ച് എസ് പി മൊയ്തീൻകുട്ടി അന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന അബ്ദുറഹീം MA എന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും കളവാണ് ആരോപണങ്ങളെന്നും കെട്ടിച്ചമച്ചതാണെന്നും ഈ ചില സംഘടനകൾ ഇതിന്റെ പിന്നിലുണ്ടെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹത്തെയും ഈ കുട്ടിയെ കൗൺസിൽ ചെയ്ത 2 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരെയും പ്രതിഭാഗം സാക്ഷികളായി കോടതി വിസ്തരിച്ചിരുന്നു. അവരെ പ്രോസിക്യൂഷൻ ക്രോസ് വിസ്താരം നടത്തുപോലും ചെയ്തിരുന്നില്ല ആ ഡിവൈഎസ്പിയെ. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ഈ കേസിൽ ഗ്രൗണ്ട്സ് ഉണ്ട്. കാരണം ഇത് അന്തിമ വിധിയല്ലല്ലോ. കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അവിടെ കൃത്യമായി എല്ലാ രേഖകളും, വിചാരണ കോടതി മുമ്പാകെ എല്ലാ രേഖകളും നമ്മൾ നിരത്തിവെച്ച് അവിടെ ഹൈക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം 1.5 വർഷം വിചാരണ നീണ്ടു പോക്കിയത് കാരണം ഈ കുട്ടിയുടെ മൊഴിയെടുത്തതും മറ്റ് സാക്ഷികളുടെ മൊഴിയെടുത്തതുമായ ജഡ്ജസ് ഈ കേസിൽ വിധി പറയരുത് എന്നുള്ള പ്രത്യേക താല്പര്യം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലതവണ സാക്ഷികളെ കൊണ്ടുവരാതെ മടക്കിയിരുന്നു. അവസാനം ഒടുവിൽ വാദം കേട്ട് ജഡ്ജ്മെന്റിന് വെച്ച സമയത്ത് ആ ജഡ്ജിന് ഫാമിലി കോടതിയിലേക്ക് മാറുകയും പുതിയ ജഡ്ജിന് മുമ്പാകെ ഈ കേസ് വിധി പറയുകയാണ് ഉണ്ടായത്. അഡ്വക്കേറ്റ് പ്രേമരാജൻ, ഈ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയല്ലോ, ബ്ലഡ് സ്റ്റെയിൻ ഉൾപ്പെടെയുള്ളവ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് അതിനെ ഖണ്ഡിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ പ്രശ്നം? അല്ല, ഞാൻ പറയാം. അതായത് ഈ സംഭവ സ്ഥലമായി കുട്ടി അതിജീവിത ആദ്യം കാണിച്ചു കൊടുക്കുന്നത് 5 പേർക്ക് ഒന്നിച്ചു പോകാവുന്ന ഒരു കമ്പാർട്ട്മെന്റായി തിരിച്ച ഒരു ശുചിമുറിയായിരുന്നു. 5 പേർക്ക്. അതിന് ലോക്ക് ഉണ്ടായിരുന്നില്ല. തുടർന്ന് 10 മാസത്തിന് ശേഷം ഈ കേസിലെ അന്വേഷണം ഏറ്റെടുത്ത TK രത്നകുമാർ, അദ്ദേഹം ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ PP ദിവ്യ കേസും മറ്റുമൊക്കെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും അദ്ദേഹം ആ ശുചിമുറി സംഭവസ്ഥലം എന്ന രീതിയിൽ നിന്ന് മാറ്റി തൊട്ട് മുന്നിലുള്ള ശുചിമുറിയിലേക്ക് സംഭവസ്ഥലം മാറ്റുകയും അവിടെ നിന്ന് 2 ടൈൽസിന്റെ കഷ്ണം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. അത് പരിശോധിച്ച് അതിന് ഹ്യൂമൻ ബ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും സാക്ഷി പട്ടികയിൽ അദ്ദേഹം ഹ്യൂമൻ ബ്ലഡ് കണ്ടെത്തിയതായി കാണിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായി എഴുതി ചേർത്തു. കോടതിയിൽ അത് തെളിഞ്ഞതാണ്. അത് പ്രതിഭാഗം ക്രോസ് വിസ്താരത്തിൽ തെളിഞ്ഞതാണ്. മാത്രമല്ല സയന്റിഫിക് ഓഫീസറും പറഞ്ഞു, ഈ ധാരാളം പേർ ഉപയോഗിക്കുന്ന ഇതിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണാം, എന്നാൽ മനുഷ്യരക്തമാണോ എന്ന് പറയാൻ സയന്റിഫിക്കലായി പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾ നിലനിൽക്കല്ലാത്തതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിയുടെ ഫോണ്, അതായത് ബാത്റൂമിൽ വെച്ച് നേക്കഡ് ആയിട്ട് ഫോട്ടോ എടുത്തു എന്നാണ്. ഈ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച സമയത്ത് അങ്ങനെയുള്ള യാതൊരു കണ്ടൻസും കിട്ടിയില്ല. തുടർന്ന് കോടതിയിൽ ഞാൻ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടേ ഇല്ല എന്ന് ഈ അതിജീവിത പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരു കാര്യം,
അതിജീവിത പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം കേസ് ടീമിൽ എത്തിയ IPS ഓഫീസർക്ക് നൽകിയ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നൽകിയ മൊഴി മുഴുവൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നിഷേധിക്കുകയും ഞാൻ അങ്ങനെ ഒരു വസ്തുത പറഞ്ഞിട്ടില്ല എന്നാണ് അതിജീവിത കോടതി മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും സാങ്കേതിക തെളിവുകളും ഈ പ്രോസിക്യൂഷന് എതിരായതിനാൽ അത്തരം തെളിവുകളുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴികളൊക്കെ കോടതി മുമ്പാകെ നിഷേധിച്ച് ആദ്യത്തെ മൊഴി ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. രണ്ടാമത്തത് ഈ അതിജീവിത ആദ്യം പറഞ്ഞ തീയതികൾ 15/1, ജനുവരി 26, ഫെബ്രുവരി 2. പക്ഷേ കുട്ടിയാണല്ലോ, കുട്ടി തീയതികൾ പറയുന്നതിലെ സംശയങ്ങൾ അത് പ്രശ്നമില്ല എന്ന് കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ? ആണ്. പക്ഷേ കുട്ടി എന്തിനാണ് ഒരു കള്ളം, ചില കാര്യങ്ങൾ സത്യവും ചില കാര്യങ്ങൾ കളവുമാണ് ഞാൻ പറഞ്ഞെന്നാണ് കുട്ടി കോടതി മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം. ആ കുട്ടി ആരോപിക്കുന്ന തീയതി ദിവസം ആ സ്കൂളിലെ അധ്യാപിക ലൈലാബി ടീച്ചർ, അവർ അറബിക് അധ്യാപികയാണ്, അവരുടെ കയ്യിൽ പോയി സാനിറ്ററി നാപ്കിൻ വാങ്ങി എന്നാണ് കുട്ടി ആരോപിച്ചിരിക്കുന്നത്. പക്ഷെ അന്നേ ദിവസം അധ്യാപിക സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അധ്യാപിക കോടതി മുമ്പാകെ മൊഴി നൽകിയത് ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പേ കുട്ടിയുടെ മാമൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നതിനായി ടീച്ചേഴ്സ് അടങ്ങുന്ന സംഘം പോയ സമയം കുട്ടിയുടെ മാമൻ ചോദിച്ചു, മാഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് പെടുത്തി ഒഴിവാക്കിക്കൂടെ ടീച്ചറെ? അത് അതിന് കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാഷ് അന്ന് ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം ശക്തി പ്രാപിച്ച സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മാഷ്ക്കെതിരെ 2 മാസമായിട്ട് ഈ പള്ളികളിൽ ഫത്വയും മറ്റും കാര്യങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചിരുന്നത്. അത് ആ ടീച്ചർ കോടതി മുമ്പാകെ സമ്മതിച്ചിരുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ, സാഹചര്യ തെളിവുകൾ, ഒരാളെ ട്രാപ്പിൽ പെടുത്തുന്ന സാഹചര്യ തെളിവുകളൊന്നും തന്നെ വിചാരണ കോടതി പരിഗണിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ അപ്പീൽ കോടതിയിൽ തെളിയിക്കുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് പ്രേംരാജൻ പ്രതിഭാഗ അഭിഭാഷകനാണ്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാണെങ്കിലും കോടതി വിധിയെ ചലഞ്ച് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മേൽക്കോടതിയിൽ പ്രതിഭാഗം. എന്നാലും തൊട്ടു മുമ്പ്